ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അല്ല, ഇത് ആരൊക്കെയത്? മോളെ ചിരു, സുഖമല്ലേ? ആ, കുഴപ്പമില്ല അങ്കിളെ. ഞങ്ങള് ചെക്കപ്പിന് വേണ്ടി വന്നതാ. ഡോക്ടർ എന്ത് പറഞ്ഞു? 2 ആഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി വരണം അങ്കിളെ. ഡെലിവറി ഡേറ്റിനെ കുറിച്ച് അപ്പ പറയാന്നാ പറഞ്ഞേ. എന്നാ വാ, അകത്തേക്ക് വാ. ഇരിക്കും മകളെ. അങ്കിളെ, ഞങ്ങളെ ഗോൾഡ് അങ്കിളിനെ ഏൽപ്പിക്കാൻ കൂടി വന്നതാ. ചിരുനെല്ലാം അറിയാം അങ്കിളെ. ചീരു എല്ലാ കാര്യത്തിനും ഞങ്ങൾക്കൊപ്പം നിൽക്കുമ്പോ ഇത് മാത്രം ഇവളെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി അങ്കിളെ. നന്നായി. ചീരു നിങ്ങൾക്കൊപ്പം ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാ. അങ്കിളെ, എത്രയും വേഗം ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കി തരണം. അമ്പിളി, താങ്കളെ. $1 kg 24 കാരറ്റ് ഗോൾഡ് നല്ല രീതിയിൽ വിൽക്കാൻ കഴിഞ്ഞാൽ ഇതിനിപ്പോ ഒരു 1 CR താഴെ വരെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ബാംഗ്ലൂര് ഗോൾഡ് മാർക്കറ്റുമായിട്ട് ബന്ധമുള്ളതാണ്. 1-2 മാർവാടി ഫ്രണ്ട്സിനെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അവര് 100% വിശ്വസ്തരുമാണ്. നടക്കുകയാണെങ്കിൽ നാളെ ഒന്ന് കൊച്ചി വരെ പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. നടക്കും അങ്കിളെ. ഇതുവരെ ദൈവം ഞങ്ങളെ കൊണ്ട് എത്തിച്ചില്ലേ, ഇനിയെല്ലാം നടക്കും. മോളെ, നിന്റെ പെൺബുദ്ധിയാണ് ഇതിപ്പോഴും കയ്യിലിരിക്കാനുള്ള കാരണം, അറിയാലോ. എനിക്കിത് ദൈവം എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതുപോലെ അങ്കിളെ ഇപ്പോഴും തോന്നുന്നത്. പെൺബുദ്ധി 2 തവണ പിഴച്ചു പോയത് അങ്കിളെ. എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഭാഗ്യം, ഇല്ലെങ്കിൽ കാണായിരുന്നു. അത് ശരി അങ്കിളെ. എനിക്കിതൊന്നും ഒളിപ്പിച്ച ശീലമില്ലല്ലോ, രഘുവേട്ടനുമില്ല. ഞങ്ങൾക്ക് ഇത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഏക കാരണം ചീരു തന്നെ. ഏതായാലും ഇതിപ്പോ എന്റെ കയ്യിൽ എത്തിയ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. കമ്പനി എന്തായാലും ഓണത്തിന് ശേഷമല്ലേ രജിസ്റ്റർ ചെയ്യുള്ളൂ. അതെങ്കിലേ. പക്ഷേ അതിനുമുമ്പ് അങ്കിള് പറഞ്ഞ പോലെ ആദ്യം ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് അതിനൊരു ഉറപ്പ് വരുത്തണം. അതുപോലെ അങ്കിളെ, എനിക്ക് പേഴ്സണലായിട്ടൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. റിക്വസ്റ്റോ? എന്താ? ഇത്തവണത്തെ ഓണാഘോഷേ എന്റെ അമ്പിളിയുടെയും വകയായി പഞ്ചരത്നത്തെ ആഘോഷിക്കണമെന്നുണ്ട്. രഘുവേട്ടന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പഞ്ചരത്നത്തിൽ നടന്നിരുന്ന എല്ലാ ആഘോഷങ്ങളുടെയും ചെലവെല്ലാം വഹിച്ചിരുന്നത് അച്ഛനാ. അതും മാത്രമല്ല അങ്കിളെ, എല്ലാരും തരുന്ന സമ്മാനങ്ങൾ വാങ്ങാനല്ലാതെ തിരിച്ച് സമ്മാനം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയാറില്ല. എന്നുവെച്ച് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നല്ല അങ്കിളെ. രഘുവേട്ടന്റെ വീടും എന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം ഒക്കെ വിറ്റത് കടമകൾ ചെയ്യാൻ വേണ്ടിയാ. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ മോളെ. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓണം ആഘോഷിക്കാൻ പണം വേണം. അതെങ്കിലേ, ഗാർമെന്റ്സിന് അഡ്വാൻസ് കൊടുക്കാനും പിന്നെ ഓണം ആഘോഷിക്കാനുമായിട്ട് അങ്കിൾ ഒരു 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം. ഓക്കെ, നാളെ തന്നെ ഇതിന്റെ ബിസിനസ് നടക്കുകയാണെങ്കിൽ ക്യാഷ് അപ്പം തന്നെ കിട്ടും. ഇനിയിപ്പോ അഥവാ വൈകിയാലും ഞാൻ നോക്കട്ടെ. 5 ലക്ഷത്തിന്റെ കാര്യമല്ലേ, അത് നമുക്ക് റെഡിയാക്കാം. ഞാൻ തരാം. അപ്പോ ഇത്തവണത്തെ ഓണം നമ്മൾ പൊളിക്കുമല്ലേ രഘുവേട്ടാ? പിന്നല്ലാതെ.